നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ചത്തെ മാതൃഭൂമി ദിനപത്രം വന്നപ്പോൾ അതിലൊരു വാർത്ത കണ്ടു. CPM പള്ളിപ്പുറം വടക്ക് ലോക്കൽ സമ്മേളനം അനുനയത്തിലും ഒതുങ്ങിയില്ല, തർക്കം, പ്രതിഷേധം, ഇറങ്ങിപ്പോക്ക്. ഈ വാർത്ത ആലപ്പുഴ എഡിഷനിലെ മാതൃഭൂമി പത്രത്തിൽ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർത്തത്, കുറച്ചുനാൾ മുമ്പ് ഞാൻ ചേർത്തലയിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര പോകുമ്പോൾ ദേശീയപാതയ്ക്ക് അരികിൽ ഒരു സ്ഥലത്ത് കണ്ട ഒരു ബാനർ ഓർമ്മ വന്നത്. ഈ ബാനറിൽ കുറച്ച് കാർട്ടൂണുകളും ആ കാർട്ടൂണുകളുടെ ഒരു അരികിൽ ആ കാർട്ടൂണുകളുടെ വിവരണവും. കാർട്ടൂണിന്റെ ആദ്യ ഭാഗത്ത് ഒരു വാർത്താ ചാനലിന്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഒരു പെൺകുട്ടി വാർത്ത വായിച്ചുകൊണ്ടിരിക്കുക. ആ വാർത്തയെ കുറിച്ചുള്ള വിവരണമാണ് ഇപ്പുറത്ത്. ഇന്ന് പുലർച്ചെ വടക്കാഞ്ചേരിയിൽ ഒരു പാവപ്പെട്ട വൃദ്ധനെ തെരുവ് നായകൾ കടിച്ചു കീറുന്നത് കണ്ട് സന്ദർഭോചിതമായി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ നടത്തിയ രക്ഷാപ്രവർത്തനം ആ വൃദ്ധന്റെ ജീവൻ രക്ഷിച്ചു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി അറിയുന്നതിനായി നമ്മുടെ ലീന വടക്കാഞ്ചേരിയിൽ ലൈവിലുണ്ട്. ഇത്രയുമാണ് ആദ്യത്തെ കാർട്ടൂണിന്റെ വിവരം. രണ്ടാമത്തെ കാർട്ടൂണിൽ ഈ ലീന ഒരു മൈക്കും പിടിച്ചുകൊണ്ട് ഒരാളിന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് കാണുന്നത്. പിന്നെ ലീന സംസാരിക്കുന്നു. ഗുഡ് മോർണിംഗ്, ഞാൻ വടക്കാഞ്ചേരിയിൽ നിന്ന് ലീന. ഈ പറഞ്ഞ സംഭവം നടക്കുമ്പോൾ, ഈ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ആ രക്ഷാപ്രവർത്തനം നടത്തിയ ആ യുവാവ് ഇപ്പോൾ എന്റെ അടുത്തുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് ലീന സംസാരിക്കുകയാണ്. സത്യത്തിൽ എന്താണ് രാവിലെ സംഭവിച്ചത്? ഉടനെ അയാൾ മറുപടി പറയുന്നു, ഞാൻ രാവിലെ പാതയോരത്തുള്ള ഒരു നാട്ടുചായക്കടയിൽ ചായ കുടിക്കുന്നതിനായി വരികയായിരുന്നു. ആ സമയത്താണ് 5-6 തെരുവ് നായ്ക്കൾ ചേർന്ന് ആ പാവപ്പെട്ട വൃദ്ധനെ കടിച്ചു കീറുന്ന കാഴ്ച കണ്ടത്. ഞാൻ അയാളുടെ ആ കരച്ചിൽ കേട്ട് ഓടി അങ്ങോട്ട് എത്തി. അപ്പോൾ അവിടെ കരിങ്കല്ലുകൾ കൂട്ടിയിട്ട ഒരു സ്ഥലമുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു കരിങ്കല്ലെടുത്ത് ഇതിൽ ഒരു നായയുടെ തലയ്ക്ക് ശക്തിയായി അടിച്ചു. ആ നായ തൽക്ഷണം അവിടെ പിടഞ്ഞു വീണു. ബാക്കി നായ്ക്കൾ അന്നേരം ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഓടിക്കൂടിയ മറ്റുള്ളവർ ചേർന്ന് ആ വൃദ്ധനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നടന്നത്. ഉടനെ തന്നെ ലീനയുടെ അടുത്ത ചോദ്യമായി, താങ്കൾ കോൺഗ്രസിന്റെ ഏത് ഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത്? INDUCയിലാണോ, യൂത്ത് കോൺഗ്രസിലാണോ, ഏതിലാണ് പ്രവർത്തിക്കുന്നത്? ഉടനെ ആ ചെറുപ്പക്കാരൻ ഒരു അവജ്ഞയോടെ പറഞ്ഞു, കോൺഗ്രസോ? ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഞാനൊരു CPM കാരനാണ്. ഇത് പറഞ്ഞു തീർന്നില്ല. വടക്കാഞ്ചേരിക്കുള്ള ലൈനും കട്ട് ചെയ്ത് ചാനൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് ആ ആദ്യത്തെ വാർത്താ വായനക്കാരി വിളിച്ചു പറയാൻ തുടങ്ങി. പെട്ടെന്നാണ് ഈ സംഭവത്തിന് ഒരു വഴിത്തിരിവുണ്ടായത്. ഇന്ന് പുലർച്ചെ 6 മണിക്ക് വടക്കാഞ്ചേരിയിൽ ഒരു പാവപ്പെട്ട തെരുവ് നായയെ ഒരു മാർക്സിസ്റ്റുകാരൻ കരിങ്കല്ലിനിടിച്ചു കൊന്നു. മൃഗീയവും പൈശാചികവുമായ ഈ ക്രൂരകൃത്യത്തെ കുറിച്ച് പ്രതികരിക്കുന്നതിനായി രാഷ്ട്രീയ നിരീക്ഷകർ നമ്മുടെ കൊച്ചി സ്റ്റുഡിയോയിലും കോഴിക്കോട് സ്റ്റുഡിയോയിലും തിരുവനന്തപുരം സ്റ്റുഡിയോയിലും എത്തിയിട്ടുണ്ട്. കൂടാതെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കും. പിന്നെ പൊടിപൂരമായി അന്തിച്ചർച്ചകളായി
ഇതൊക്കെയാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്റെ നാട്ടിൽ നടന്ന ഒരു സമ്മേളനമാണ്. അവിടെ ജനാധിപത്യപരമായി നടക്കേണ്ട എല്ലാ ചിട്ടവട്ടങ്ങളുമൊത്താണ് ആ സമ്മേളനം നടന്നത്. അവിടെ ഈ പറഞ്ഞ ഒരു ഇറങ്ങിപ്പോക്കും ഒരു പ്രതിഷേധവും ഒന്നും സത്യത്തിൽ ഉണ്ടായില്ല. സാധാരണ CPM സംഘടനാ സമ്മേളനങ്ങൾ നടക്കുന്നത് പോലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെല്ലാം പലതും ഉയർന്നു വരും. അതെല്ലാം അതിനകത്ത് തന്നെ ആ സംഘടനാ തത്വങ്ങൾക്ക് അധിഷ്ഠിതമായി അതിനൊക്കെ അനുസരിച്ച് അതെല്ലാം പരിഹരിച്ച് ഒക്കെയാണ് ആ സമ്മേളന നടപടികൾ പൂർത്തിയാവുന്നത്. തലേ രാത്രി തന്നെ ഈ പറഞ്ഞ സമ്മേളനത്തിന്റെ ആ ദിവസം രാത്രി പ്രതിനിധികൾ ഒരു സഖാവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയും അതുപോലെ തന്നെയുള്ള ലഘുഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയ സമയത്ത് മനോരമ ചാനൽ അതിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെ സജീവമായ ഒരു ഭാഗമാകുകയും അതുപോലെ തന്നെ നവോത്ഥാന പ്രക്ഷോഭങ്ങളിൽ പ്രത്യേകിച്ച് വൈക്കം സത്യാഗ്രഹത്തിലെല്ലാം പത്രാധിപരും പത്രാധിപ സമിതി അംഗങ്ങളും മഹാനായ KP കേശവ മേനോനടക്കം ജയിലിൽ പോയ പത്രമാണ് മാതൃഭൂമി. നിർണായക സ്ഥാനമായിരുന്നു അന്നത്തെ ഇവിടുത്തെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മാതൃഭൂമിക്കുണ്ടായിരുന്നത്. ആ പത്രമൊക്കെയാണ് ജനാധിപത്യപരമായി നടക്കുന്ന സമ്മേളനങ്ങളിൽ പോയി ഒളിഞ്ഞു നോക്കി ഇത്തരം തറവേലകൾക്ക് തയ്യാറാകുന്നത്. ഏറ്റവും നിരാശാജനകമായ സംഗതി അതാണ്. ഇനിയെങ്കിലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു പുനർചിന്തനത്തിന് വിധേയമാകേണ്ടതുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. സസ്നേഹം, നിങ്ങളുടെ പ്രദീപ് കുമാർ.